പ്രിയപ്പെട്ടവരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സനാതനധർമ്മം എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ ജീവിക്കുന്ന ഈ സംസ്കാരത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വളരെയധികം സ്മാർട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലൊക്കെ ചാറ്റ് ജിപിടിയും ജെമിനിയും ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI എന്നൊരു സാധനമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നോർമൽ ഇന്റലിജൻസ് ഉണ്ട്, സ്വാഭാവികമായിട്ടുള്ള ബുദ്ധി. അതുകൊണ്ട് തന്നെ എടപ്പള്ളി പോകുമ്പോഴും കൊട്ടാരക്കര പോകുമ്പോഴും പഴവങ്ങാടി പോകുമ്പോഴൊക്കെ കുട്ടികൾ കാണുന്ന ഈ ഭഗവാന്റെ രൂപം കണ്ട് ആ കുട്ടികൾ നിങ്ങളോട് ചോദിക്കും, അമ്മേ അച്ഛ, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഭഗവാന് ആനയുടെ തല കിട്ടിയത്? അല്ലെ, സ്വാഭാവികമായിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളൊരു കഥ പറഞ്ഞു കൊടുക്കും. ഭഗവതിയെ കാവൽ നീക്കാനായിട്ട് ഒരു കുട്ടിയെ ഭഗവതി ജനിപ്പിച്ചതും, മഹാദേവൻ വന്ന സമയത്ത് മഹാദേവന്റെ തൃശൂലം കൊണ്ട് ആ കുട്ടിയുടെ കഴുത്തെറുക്കപ്പെട്ടതും, പിന്നീട് ഒരു ആനയുടെ തല വെച്ചു കൊടുത്തതുമായിട്ടുള്ള കഥ ആ കുട്ടി പഠിക്കും. ആ കുട്ടി അത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കും. പിന്നെ ഒരു കുട്ടിയെ അവൻ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഈ കഥ വെള്ളം തൊടാതെ അവൻ തിരിച്ചു പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആനത്തലുള്ളൊരു ദൈവമായിട്ട് മഹാഗണപതി നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കപ്പെടും. അങ്ങനെ പാടില്ല എന്നുള്ളതാണ് എന്റെ എളിയ അഭിപ്രായം. പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കഥകളും അതിന്റെ പുറകിലുള്ള തത്വാംശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊന്നും വെറും കഥകൾ മാത്രമല്ല, അതിലൂടെ പഠിക്കേണ്ടത് പഠിക്കണം എന്നാണ്. എനിക്ക് നിങ്ങളോടുള്ള എളിയ അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഏത് കഥ നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിലും ആ കഥയ്ക്ക് പുറകിലുള്ള തത്വാംശത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മഹാഗണപതി ഭഗവാന്റെ തല ആനയുടെയും അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനം ഏറ്റവും ചെറിയ എലിയുമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ സസ്തിനിയായിട്ടുള്ള എലി അദ്ദേഹം വാഹനമാക്കി വെക്കുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സസ്തിനിയായിട്ടുള്ള ആനയെ അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് അദ്ദേഹം സ്വാംശീകരിക്കുന്നു. ഏറ്റവും ചെറുതിലും ഏറ്റവും വലുതിലുമുള്ളത് ബ്രഹ്മബോധമാണ് എന്നാണ് ഈ രൂപം ആത്യന്തികമായിട്ട് കാണിച്ചു തരുന്നത്. അല്ലാതെ ഒരു ആനയുടെ തലയുള്ള ഒരു ഈശ്വരനായിട്ട് നിങ്ങൾ ഭഗവാനെ കാണരുത്. ഏറ്റവും ചെറുതിലുള്ളതും ഞാൻ തന്നെയാണ്, ഏറ്റവും വലുതിലുള്ളതും ഞാൻ തന്നെയാണ്. നമ്മൾ എളുപ്പത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ഈ തൂണിലും തുരുമ്പിലും ഞാൻ ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷ രൂപമാണ് ഈ കാണുന്ന ഭഗവാന്റെ ഭാവം.